ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിൽ അച്ഛൻ. അച്ഛന് എന്നും ഈ ലിറ്റർജി മാത്രമേ ഉള്ളൂ. അച്ഛന് വട്ടാണ്. ഈ എറണാകുളത്ത് ഈ ലിറ്റർജി തർക്കം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? ഇങ്ങനെ ചേരി തിരിഞ്ഞ് മത്സരിക്കാൻ മാത്രം ഇത്ര വലിയ സംഭവമാണോ ലിറ്റർജി? സ്നേഹമല്ലേ, ഐക്യമല്ലേ, സമാധാനമല്ലേ കർത്താവ് പറഞ്ഞത്? എന്തിനാണ് ഈ ലിറ്റർജി ഇത്രമാത്രം അച്ഛൻ പൊക്കി പിടിച്ച് നടക്കണേ? അച്ഛന് ഇതല്ലാതെ വേറെ വിഷയമൊന്നുമില്ലേ? കുറെ യൂട്യൂബിലൂടെ കുറെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണോ അച്ഛൻ്റെ പടപ്പുറപ്പാട്? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പലരുടെയും ചോദ്യങ്ങൾ സമന്വയിച്ച് ഞാനൊരു ചോദ്യം മറ്റങ്ങ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കാം, യൂട്യൂബിന് താഴെ കമൻറ്റ് ബോക്സിൽ നോക്കാം. ഈ ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അവിടെ. ആദ്യമേ പറയട്ടെ, ഇവിടെ ഒരേ ഒരു ചേരിയുള്ളൂ, രണ്ട് ചേരിയില്ല. ഒരൊറ്റ ചേരിയുള്ളൂ. അത് സീറോ മലബാർ ചേരിയാണ്. ഈ ചേരിയുടെ മറുചേരിയിലുള്ളവർ ശീഷ്മക്കാരാണ്. സീറോ മലബാർ എന്ന് പറഞ്ഞ ഒരൊറ്റ ചേരിയേ ഉള്ളൂ. ആ ചേരിയുടെ മറുചേരിയിൽ നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശീഷ്മക്കാരാണ്, കൽദായ വിരുദ്ധരായ ശീഷ്മക്കാർ. ഇനി എന്തുകൊണ്ടാണ് അച്ഛൻ ഈ ലിറ്റർജി, ഈ മാണിപ്പറമ്പിൽ എന്തിനാണ് ഈ ഭ്രാന്ത് പിടിച്ച പോലെ ലിറ്റർജിക്ക് വേണ്ടി പറയുന്നത്? അതിന് ഞാൻ വീണ്ടും ഒരു അനുഭവം പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. ഞാൻ 2003-2004 കാലയളവിൽ 2 വർഷത്തോളം ഓരോ സെമസ്റ്റർ ടാൻസാനിയയിൽ ഒരു സെമിനാറിൽ ബൈബിൾ പ്രൊഫസറായിരുന്നു. അവിടെ ഞാൻ ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ കർണാടകയിലുള്ള ഒരു OCD സന്യാസ സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യലായിരുന്ന വൈദികൻ അവിടെ പഠിപ്പിക്കാനെത്തി, ഗസ്റ്റ് ലെക്ചറായി. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന്, ഞാനും ഇന്ത്യയിൽ നിന്ന്, അദ്ദേഹം കേരളത്തിൽ നിന്നല്ല, ഞാൻ കേരളത്തിൽ നിന്ന്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ കേരളത്തിൽ ഈ സഭയിൽ, സീറോ മലബാർ സഭയിൽ ലിറ്റർജി എന്നൊരു പ്രശ്നമാണല്ലോ, എന്താ ഇത് ഇത്ര വലിയ സംഭവമാണോ? ഞങ്ങൾക്ക് ഈ കർണാടകയിൽ ഭാഷാ പ്രശ്നമാണ്, തമിഴ്നാട്ടിൽ ജാതി പ്രശ്നമാണ്, നിങ്ങളുടെ സീറോ മലബാർ സഭയിൽ ലിറ്റർജി ആണല്ലോ എന്നും വലിയ പ്രശ്നം. ഞാൻ ഓർമ്മ വെച്ച നാളെ മുതൽ ലിറ്റർജിയുടെ പ്രശ്നമുണ്ട്. ആ അച്ഛൻ പറയാണ്, അദ്ദേഹം കേരളത്തിൽ നിന്നുള്ളവനല്ല, സീറോ മലബാർ സഭയിൽപ്പെട്ടവനല്ല, ലത്തീൻ സഭയിലുള്ളവനാണ്, കർണാടകയിൽ നിന്നുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ഈ കർണാടക നിങ്ങൾക്ക് അറിയാലോ, മംഗലാപുരത്തും ബാംഗ്ലൂരൊക്കെ നമുക്ക് ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ ഈ ലിറ്റർജി പ്രശ്നമൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ അദ്ദേഹം പ്രൊവിൻഷ്യലാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സഭ? എന്താണ് സഭ? അപ്പം അദ്ദേഹം ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ധർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന ആളാണ്, മോറൽ തിയോളജി. ആരാധന സമൂഹമല്ലേ സഭ? അതെ, ആരാധന സമൂഹമാണ്. ഏകസത്യ ദൈവത്തെ, ആ ദൈവത്തിന് ചേർന്ന വിധത്തിൽ ബുദ്ധിയുള്ള ആരാധന സമർപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് സഭ, കത്തോലിക്ക സഭ. ഈ ലോകത്ത് ഏകസത്യ ദൈവത്തെ, ആ ദൈവത്തിന് ചേർന്ന വിധത്തിൽ ബുദ്ധിയുള്ള, മനുഷ്യർക്ക് ചേർന്ന ബുദ്ധിയുള്ള ആരാധന സമർപ്പിക്കാൻ, അത് മൃഗബലികളും മറ്റ് സംഗതികളും ഒന്നുമല്ല, ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ യേശുവിൻ്റെ എല്ലാം തികഞ്ഞ അനുസരണമാകുന്ന ബലി, അതാണ് ദൈവത്തിന് ചേർന്ന ബുദ്ധിയുള്ള ആരാധന. റോമാലേഖനം 12:1 ഞാൻ ഈ പറയുന്നത്. ആ ബുദ്ധിയുള്ള ആരാധന സമർപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് സഭ. ആ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അതാണ് പരമമായ ആരാധന. അത് വലിയ സംഭവമല്ലേ, ചെറിയ സംഭവമാണോ? സാമൂഹ്യ പ്രവർത്തനം നടത്താൻ മറ്റ് സംഘടനകൾക്ക് കഴിയും, അതിന് കത്തോലിക്ക സഭ വേണ്ട. അതിന് സന്യാസ സഭകളുടെയോ സന്യാസിനി സഭകളുടെയോ ആവശ്യമില്ല. സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതൊന്നും വേണ്ട. ആരാധന സമൂഹമാണിത്. രാഷ്ട്രീയ കാര്യങ്ങൾ ചെയ്യും രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അതിന് കത്തോലിക്ക സഭ വേണ്ട. കത്തോലിക്ക സഭ ഒറ്റ കാര്യത്തിന് വേണ്ടി നിലനിൽക്കുന്നത് എന്തിനാ? ഏകസത്യ ദൈവത്തെ, ആ ദൈവത്തിന് ചേർന്ന വിധത്തിൽ ആരാധിക്കാൻ വേണ്ടി മാത്രം. ഈ ലോകത്തിൽ ഏകസത്യ ദൈവത്തിന് ചേർന്ന വിധത്തിൽ ആരാധിക്കുന്നത് ഒരേ ഒരു സമൂഹമാണ്, അത് കത്തോലിക്ക സഭയാണ്. അപ്പോൾ ലിറ്റർജി എന്ന ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കത്തോലിക്ക സഭ നിലനിൽക്കുന്നത്. അത് ലത്തീൻ സഭയാണെങ്കിലും, സീറോ മലബാർ ആണെങ്കിലും, സീറോ മലങ്കരയാണെങ്കിലും, മറ്റേത് സഭയാണെങ്കിലും. ഈ ലിറ്റർജി തന്നെയാണ് വചനപ്രഘോഷണം. അതായത് വചനപ്രഘോഷണം എന്ന് പറയുന്ന ആ വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷത്തെയാണ് ലിറ്റർജി എന്ന് പറയണേ. ചുരുക്കത്തിൽ പ്രേക്ഷിത പ്രവർത്തനമാണ് ലിറ്റർജി. ഞാൻ എന്നിട്ട് ആ അച്ഛനോട് ചോദിച്ചു, നിങ്ങൾ കുർബാനയ്ക്ക് എന്താണ് നിങ്ങൾ പറയുക? ഹോളി മാസ്. ഹോളി മാസ് എന്താണ്? മാസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഹോളി മാസ്, മിസിയോ എന്ന ലത്തിൻ വാക്കിൽ നിന്നാണ് മാസ് വരുന്നത്. ഈ ലത്തിൻ കുർബാന സമാപനത്തിൽ എന്താ പറയുന്നത്? സമാധാനത്തിൽ പോകുവിൻ. ഐക്യപ്പെടുകയാണ്. ഈ ഐക്യപ്പെടലാണ്, വിശുദ്ധമായ ഐക്യപ്പെടലാണ് വിശുദ്ധ കുർബാന. ലത്തീൻ സഭയിൽ അവസാനം പറയുന്നത് ഗോ ഇൻ ദ പീസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സമാധാനത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ ശാന്തിയിൽ പോകാനല്ല, ക്രിസ്തുവിന്റെ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പോകുക, ക്രിസ്തു എന്ന സമാധാനം കൊടുക്കാൻ വേണ്ടി പോകുക.
ഈ വിശുദ്ധമായി ഐക്യപ്പെടലാണ് വിശുദ്ധ കുർബാന. ലത്തീൻ സഭയിൽ അങ്ങനെയാണ്. ചുരുക്കത്തില് സഭയുടെ വിശ്വാസത്തിന്റെ ആഘോഷവും പ്രഘോഷണവുമാണ് വിശുദ്ധ ലിറ്റർജി. സഭയുടെ ജീവനാണത്. സഭയുടെ കെട്ടുറപ്പും ഐക്യവും ഈ ലിറ്റർജിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ലിറ്റർജി ഇല്ലെങ്കിൽ പിന്നെ കത്തോലിക്ക സഭ വെറും ഒരു ക്ലബായിട്ട് മാറും. പെന്തക്കോസ്തക്കാരുടെയും യഹോവ സാക്ഷികളുടെയും ക്രിസ്റ്റ ഡെൽഫിൻസിന്റെയും പ്രൊട്ടസ്റ്റന്റുകാരുടെയും അത് മതമല്ല, അത് ക്ലബാണ്, മത ക്ലബാണ്. നമ്മൾ ക്രിസ്തു ധർമ്മത്തെ അതിനൊരു യഥാർത്ഥ മതമാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ ആരാധന സമൂഹമാക്കി മാറ്റുന്നത് ലിറ്റർജിയാണ്. അല്ലെങ്കിൽ വെറും മത ക്ലബായിട്ട് മാറും. കാരണം മനുഷ്യാവതാരത്തിന് നൈരന്തര്യമാക്കപ്പെടലാണ് വിശുദ്ധ കുർബാന. എന്താണ് മനുഷ്യാവതാരം? ദൈവം മനുഷ്യനായി ഭൂമിയിൽ വസിച്ചു. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു, കാതുകൊണ്ട് കേട്ടു, കൈകൊണ്ട് സ്പർശിച്ചു. ഇങ്ങനെയൊക്കെയാണ് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം തുടങ്ങുന്നത്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ പാർത്തു. ആ 33 കൊല്ലം മാത്രം അവനെ കണ്ടാൽ മതിയോ? പോരാ. അവന്റെ ഉത്ഥാനത്തിന് ശേഷവും മനുഷ്യർക്ക് അവനെ കാണാൻ പറ്റണം. ആ കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈ ഗ്രീക്കുകാര് കർത്താവിനെ കാണാൻ വന്നപ്പോൾ കർത്താവ് അതിന് ഉത്തരം കൊടുത്തു. എന്താണ്? ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം, അപ്പോഴേ അവർക്ക് കാണാൻ പറ്റൂ. ആരാണ് ഈ ഗോതമ്പ് മണി? യേശു ക്രിസ്തു. അത് നിലത്ത് വീണ് അഴിഞ്ഞാൽ എന്താകും? ഗോതമ്പ് മണി കുർബാനയപ്പമായിട്ട് മാറും, ഓസ്തിയായിട്ട് മാറും. വിജാതയിൽ എങ്ങനെയാണ് ക്രിസ്തുവിനെ കാണുക? കുർബാനയിലൂടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. അതായത് അവന്റെ മരണവും ഉത്ഥാനവും വഴി അവൻ വിശുദ്ധ കുർബാനയായിട്ട് മാറുന്നു. അപ്പൊ നമുക്ക് ചോദിക്കാം, മനുഷ്യാവതാരവും കുർബാന ഒരുപോലെയാണോ? ഒരുപോലെയാണ്. അന്ന് മനുഷ്യനായി വന്ന യേശുക്രിസ്തുവിനെ നോക്കിയപ്പോൾ അവനെ നോക്കുമ്പോൾ മനുഷ്യനല്ലേ? അത് ദൈവമാണെന്ന് എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നോ? വേണമെങ്കിൽ ഒരു അത്ഭുതങ്ങളൊക്കെ പറയാം. അത്ഭുതങ്ങൾ മറ്റുള്ളവരും ചെയ്തിട്ടില്ലേ? പിന്നെ രൂപാന്തരി ഭാവം. ആ സമയത്ത് മാത്രമാണ് അവന്റെ മനുഷ്യത്വത്തിന്റെ ആ തിരച്ചില ഒരു അല്പം ഒന്നും പൊക്കിയത്. അത് കണ്ട് പേടിച്ചു. അവന്റെ ദൈവത്വം കണ്ട് പത്രോസും യാക്കോബും യോഹന്നാനും പേടിച്ചു. അപ്പോഴും 3 പേർക്കെ കാണിച്ചു കൊടുത്തുള്ളൂ അവന്റെ ദൈവത്വത്തിന്റെ ഒരു മിന്നൊളി. ബാക്കിയുള്ള സമയത്തൊക്കെ യേശുവിനെ കണ്ടാൽ മനുഷ്യനാണ്, പക്ഷെ അവൻ ദൈവമാണ്. ആ മനുഷ്യൻ ദൈവമാണെന്ന് വിശ്വസിക്കാൻ എന്തുമാത്രം ആഴം വേണം വിശ്വാസത്തിന്? അതേ ആഴം തന്നെ ഇപ്പോഴും വേണം ഈ തിരുവോസ്തി യേശു വന്ന് വിശ്വസിക്കാൻ. നോക്കുമ്പോൾ അപ്പമാണ്, നോക്കുമ്പോൾ വീഞ്ഞാണ്, പക്ഷെ അത് യേശുവിന്റെ ജീവനാണെന്നും യേശുവിന്റെ സ്വത്വമാണെന്നും അവൻ തന്നെയാണ് അതെന്നും വിശ്വസിക്കണമെങ്കിൽ അന്ന് ആ മനുഷ്യനെ കണ്ടപ്പോൾ അത് ദൈവമാണെന്ന് വിശ്വസിക്കാൻ എന്തുമാത്രം വിശ്വാസത്തിന്റെ ആഴം വേണമായിരുന്നോ അത്ര തന്നെ ആഴം ഇപ്പോഴും വേണം. അപ്പോൾ മനുഷ്യാവതാരം, ആ 33 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചവൻ, ദ്വിതീയാഗമനം വരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കാണപ്പെടുന്ന തരത്തിൽ, തൊടാവുന്ന തരത്തിൽ, സ്പർശിക്കാവുന്ന തരത്തിൽ, കേൾക്കാവുന്ന തരത്തിൽ, സ്വന്തം കണ്ണുകൊണ്ട് കാണാവുന്ന തരത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ യേശു കണ്ടുപിടിച്ച ഏറ്റവും മഹാത്ഭുതമാണ് വിശുദ്ധ കുർബാന. അവൻ സ്വർഗത്തിലേക്ക് തിരിച്ചു പോയിട്ടും ഭൂമിയിൽ പാർക്കുന്നു. അങ്ങനെയുള്ള സ്നേഹത്തിന്റെ കലയാണ് വിശുദ്ധ കുർബാന. മനുഷ്യാവതാരം നൈരന്തര്യമാക്കപ്പെടുകയാണ്. അപ്പൊ നമുക്കൊരു ഉത്തരം കൂടി കിട്ടുകയാണ്. പലരും പറയും, ക്രിസ്തുവിന് മുമ്പും പിമ്പും ലോകത്തിന് എന്ത് വ്യത്യാസം? ക്രിസ്തുവിന് മുമ്പുള്ള ലോകവും ഇപ്പോഴുള്ള ലോകവും തമ്മിൽ എന്ത് വലിയ വ്യത്യാസമുണ്ടോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ കുർബാന സ്വീകരിക്കുമ്പോൾ കർത്താവ് എവിടേക്കാണ് പോകുന്നത്? നിങ്ങളുടെ ഹൃദയത്തിലേക്കാണോ ഉദരത്തിലേക്കാണോ? ഹൃദയത്തിലേക്ക് എന്നാണ് പലരും ഉത്തരം പറയുക. ഹൃദയത്തിലേക്ക് കർത്താവ് പോയാൽ ഉടനെ തന്നെ ആശുപത്രി കൊണ്ടുകൊണ്ടി വരും. കർത്താവ് ഹൃദയത്തിലേക്കല്ല പോകുന്നത്, ഈ ഹൃദയത്തിലേക്കല്ല പോകുന്നത്, ഉദരത്തിലേക്കാണ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അത് അവിടെ അസിമിലേറ്റ് ചെയ്ത് ദഹിച്ച് നമ്മുടെ മാംസത്തിന്റെ മാംസവും രക്തത്തിന്റെ രക്തവുമായിട്ട് മാറുകയാണ്. ഇപ്പം നിങ്ങളെ കയ്യൊന്ന് മുറിച്ചാൽ അത് കർത്താവിന്റെ രക്തം കൂടിയാണ്. കാരണം അവൻ ഉദരത്തിലേക്ക് പോവുകയും നമ്മുടെ മാംസത്തിന്റെയും രക്തത്തിന്റെയും ഭാഗമായി മാറുകയും ചെയ്തു. നമ്മുടെ ശരീരം തന്നെ ക്രിസ്തുവിന്റെ ശരീരമായി രൂപാന്തരപ്പെട്ടു. അങ്ങനെ എത്ര കോടി ആളുകളുണ്ട്? 800 കോടിയിൽ 140 കോടി കത്തോലിക്കരുണ്ട്, 240 കോടി ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം ഈ ലോകം ഒരുപോലെയാണോ? കത്തോലിക്കരുടെ ശരീരവും മറ്റുള്ളവരുടെ ശരീരവും ഒരുപോലെയാണോ? അല്ലല്ലോ. കത്തോലിക്കര് ദിവ്യകാരണം സ്വീകരിച്ച കത്തോലിക്കരുടെ ശരീരം ക്രിസ്തുവിന്റെ ശരീരമാണ്. അതുകൊണ്ടാണ് അവരുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർ പേടിക്കുന്നത്. നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ച മതപരിവർത്തനം നടത്തിയിട്ടാണോ നമ്മൾ ആൾക്കാർ വെറുക്കുന്നതും ഓടിക്കുന്നതും തല്ലുന്നതും ഒക്കെ? അല്ല. ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മിൽ കാണുമ്പോൾ ക്രിസ്തുവിനെ ഉപദ്രവിച്ചവർക്ക് നമ്മൾ ഉപദ്രവിക്കാൻ തോന്നും. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണക്കമരത്തോട് എന്ത് ചെയ്യില്ലെന്ന കർത്താവ് ചോദിച്ചത്. അപ്പം നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമായി രൂപാന്തരപ്പെടുന്നത് കൊണ്ടാണ് നമ്മെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നത് പോലെ അവർ പേടിക്കുന്നു. ഞാൻ ഈ ലോകത്തിലല്ലാത്തതുകൊണ്ട് നിങ്ങളും ഈ ലോകത്തിലല്ല, ലോകം എന്നെ വെറുത്തതുപോലെ നിങ്ങളെയും വെറുക്കും. ഇതൊക്കെ കർത്താവ് പറഞ്ഞത്. കാരണം എന്താണ്? നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമായിട്ട് ഒന്നാവുകയാണ്.
ഇതില്ലാത്ത ക്രിസ്ത്യൻ സമുദായങ്ങളൊന്നും എടുത്തു നോക്കിയാൽ പ്രോട്ടസ്റ്റന്റ് സഭ അങ്ങനെ കത്തോലിക് സഭയിൽ നിന്ന് പോയി അവർ ചിന്ന ഭിന്നമായിട്ട് ഇപ്പം എത്ര കഷ്ണമുണ്ട്? 10,000 കഷ്ണങ്ങളാണ്. എന്താണ് അവരെ ഒന്നിപ്പിക്കാത്തത്? ഈ ജർമ്മനിയിലെ ബുൾട്ട്മാൻ എന്ന് പറയുന്ന ആള് പറഞ്ഞത് യേശുവിലുള്ള വിശ്വാസം മാത്രം മതി ഒന്നിപ്പിക്കാൻ. മതിയോ? പോരാ, കാണപ്പെടുന്ന ഒരു ഐക്യത വേണം. അത് വിശുദ്ധ കുർബാനയാണ്. നമ്മൾ ഒന്നിപ്പിക്കുന്ന കാണപ്പെടുന്ന ദൃശ്യമായ ഐക്യത എന്ന് പറയുന്നത്, അടയാളം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്, സജീവമായ അടയാളം. അതിനെ കൂതാശ എന്ന് പറയണേ. അപ്പോൾ ഈ ചിന്നിച്ചിതറിക്കപ്പെട്ട് പോകുന്നത് ലിറ്റർജി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അവർ പറയുന്നത് എന്താണ്? ഈ പെന്തക്കോസ്തക്കാർ, ദൈവസഭക്കാരൊക്കെ പറയുന്നത്, കർത്താവ് ഇത് എൻ്റെ ശരീരം ആകുന്നു, ഇതെൻ്റെ രക്തം ആകുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവ് അവിടെ മനുഷ്യനായിട്ട് ഇരിക്കുകയല്ലേ? അപ്പൊ അത് പ്രതീകാത്മകമല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അല്ല, അല്ല. ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള പെന്തക്കോസ്ത പാസ്റ്റർമാരും ദൈവസഭക്കാരായ പാസ്റ്റർമാരും യഹോവ സാക്ഷികൾ ഉള്ളത് കൊണ്ട് അവരെൻ്റെ പ്രഭാഷണം കേൾക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. യോഹന്നാന്റെ സുവിശേഷം 6:54 നോക്കുക. അവിടെ എഴുതിയിരിക്കുകയാണ്, എൻ്റെ മാംസം തിന്നുകയും തിന്നുകയും. അങ്ങനെ തർജ്ജമ ചെയ്യണം. അവിടെ തിന്നുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രോഗോ എന്നാണ്. ട്രോഗയിൻ അതിൻ്റെ ഇൻഫിനിറ്റീവ്. പുതിയ നിയമത്തിൽ ഇത് ആകെ 6 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. 5 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ, പിന്നെ മത്തായി 24:38. ഈ ട്രോഗ് എന്ന വാക്കിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയും, ഗ്നാവ് എന്നൊക്കെ പറയും, ച്യൂ എന്ന് പറയും. ചവച്ചരയ്ക്കുക, ചവച്ചരച്ച് തിന്നുക എന്നൊക്കെ അർത്ഥം. കോവർ കഴുതുകൾ, പന്നികൾ, ആടുമാടുകൾ എന്നിവയ്ക്ക് തീറ്റ കൊടുക്കുമ്പോൾ അവ കഴിക്കുന്ന വിധത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് ട്രോഗോ. വളരെ അപരിഷ്കൃതമായ ഒരു വാക്കാണത്. ഗ്രീക്ക് സാഹിത്യത്തിൽ ഇത് വളരെ ഒട്ടും പരിഷ്കാരമില്ലാത്ത വാക്കായിട്ടാണ് പറയുന്നത്. ചില ഘട്ടങ്ങളിൽ മനുഷ്യർ ഭക്ഷണം കഴിക്കുന്നത് സൂചിപ്പിക്കുന്ന ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ അതിൻ്റെ 2ാം ഭാഗത്തിൽ, അതായത് ആദ്യത്തെ ഭാഗം ഈ 49, 50, 51, 53 വാക്യങ്ങളിലൊക്കെ എസ്തിയോ എന്ന വാക്കാണ് കർത്താവ് ഉപയോഗിച്ചത്. അത് സാധാരണ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണമാണ്. എസ്തിയോ എന്ന് വെച്ചാൽ ഭക്ഷിക്കുക. പക്ഷേ 54, 6, യോഹന്നാൻ 6, 54, 56, 57, 58 ഇങ്ങനെ 4 സ്ഥലത്ത് യേശു ഉപയോഗിച്ചിരിക്കുന്നത് ട്രോഗ് എന്ന വാക്കാണ്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നോടൊപ്പം ഇല്ലേ കൈമുക്കുന്നവൻ, എൻ്റെ പാത്രത്തിന് ഭക്ഷണം കഴിച്ചവൻ, എനിക്കെതിരെ കുതികാൽ ഉയർത്തി എന്ന് യൂദാസിനെ കുറിച്ച് പറയാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നോടൊപ്പം ഭക്ഷണം കഴിച്ചവൻ. അവിടെയും ട്രോഗോ എന്ന വാക്കാണ്. ഇതാണ് ഞാൻ 5 പ്രാവശ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് പറഞ്ഞത്. പിന്നെ മത്തായി 24:38. ഇങ്ങനെ ഈ കോവർ കഴുതകൾ, പന്നികൾ, ആടുമാടുകൾ ചവച്ചരച്ച് കഴിക്കുന്നത് പോലെ എൻ്റെ മാംസം ഭക്ഷിക്കുകയും തിന്നുകയും എന്ന് വേണം. തിന്നുകയും ഭക്ഷിക്കുന്ന പറയാം. ഭക്ഷിക്കുന്ന പറഞ്ഞാൽ എസ്തിയോ, തിന്നുക, ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. അതുപോലെ കുടിക്കുക, പാനം ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ചുകൂടി പരിഷ്കരിക്കപ്പെട്ട വാക്കായി. നിങ്ങൾ എൻ്റെ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നുകയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ്തല്ലാതെ നിങ്ങൾക്ക് നിങ്ങളിൽ ജീവനില്ല. എന്തിനാ കർത്താവ് ഇത്രമാത്രം ശക്തമായിട്ട് പറയുന്നത്? അതായത് ഈ പ്രബോധനത്തിൻ്റെ, അതായത് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൻ്റെ അതിന് ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കാൻ തന്നെ. അതായത് ശരിക്കും അവനെ ഭക്ഷിക്കണം, തിന്നണം, ശരിക്കും അവൻ്റെ രക്തം കുടിക്കണമെന്ന് പറയാൻ. അതായത് വിശുദ്ധ കുർബാനയും അത് യഥാർത്ഥത്തിൽ തിന്നുന്നതുമാണ് യേശുവിൻ്റെ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള കേന്ദ്രത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കേന്ദ്രവും ഊന്നലും. അതിൽ ഈ 4 സ്ഥലങ്ങളിലും ഭക്ഷിക്കുക എന്നല്ല, തിന്നുക എന്നാണ് നമ്മൾ ഭാഷപ്പെടുത്തുന്നത്. വസ്ത്രചിത്രപരവും പരുക്കരമായി വാക്ക് ഉപയോഗിച്ചത്, അത് ആവർത്തിച്ചത് ഒരൊറ്റ കാര്യം സമർത്ഥിക്കാനാ. കൂദാശയിൽ, വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ നൽകപ്പെടുന്ന ജീവദായകമായ അവൻ്റെ മാംസം നാം തിന്ന്, അവൻ്റെ ജീവദായക രക്തം നാം കുടിച്ച്, അത് വെറുതെ പ്രതീകാത്മകമായിട്ടല്ല, ആലങ്കാരികമായിട്ടല്ല, ശരിക്കും കുടിച്ച് യഥാർത്ഥവും ശാരീരികമായ വിധത്തിൽ ഇൻ എ റിയൽ ആൻഡ് ഫിസിക്കൽ വേ തിന്ന് കുടിച്ച് നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കണം. അപ്പം മാംസം തിന്നുക, രക്തം കുടിക്കുക എന്നതിന് യഥാർത്ഥമായ അർത്ഥമാണുള്ളത്, പ്രതീകാത്മകമായ അർത്ഥമല്ല. ഒരു തെളിവ് കൂടി ഞാൻ പറയാം. രൂപകാർത്ഥം, മെറ്റഫോറിക്കൽ, അല്ലെങ്കിൽ പ്രതീകാത്മകാർത്ഥം, സിംബോളിക്കൽ, അങ്ങനെയുള്ള അർത്ഥത്തിൽ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ശത്രുത പാലിക്കുക, പരിഹസിക്കുക എന്ന അർത്ഥങ്ങളാണ് ഉള്ളത്. ഉദാഹരണം സങ്കീർത്തനം 27:2, എൻ്റെ മാംസം ഭക്ഷിക്കാൻ വരുന്ന ശത്രുക്കൾ മറിഞ്ഞു വീഴും. എൻ്റെ മാംസം ഭക്ഷിക്കാൻ വരുന്ന ശത്രുക്കൾ മറിഞ്ഞു വീഴും. അതായത് മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ പരിഹസിക്കാൻ വരിക, എന്നോട് ശത്രുത പുലർത്താന്നാണ് അർത്ഥം. കർത്താവ് ആ അർത്ഥത്തിലെ മാംസം ഭക്ഷിക്കാൻ പറയണേ, പ്രതീകാത്മകമായ അർത്ഥത്തില്, രൂപകാർത്ഥത്തില്, ആലങ്കാരിക അർത്ഥത്തില് അല്ല. എന്നെ പരിഹസിക്കുക, എന്നോട് ശത്രുത പാലിക്കാന്നാ പറയണേ. ഞാൻ ആവർത്തിക്കുക, പ്രതീകാത്മകമായ അർത്ഥത്തില്, ആലങ്കാരിക അർത്ഥത്തില്, അല്ലെങ്കിൽ
രൂപകാർത്ഥം, മെറ്റഫോറിക്കൽ, ആ അർത്ഥത്തിൽ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശത്രുത പാലിക്കുക, പരിഹസിക്കുക എന്നാണ്. സക്കറിയയുടെ പ്രവചനം 11:9 പറയാണ്, മരിക്കാതെ ശേഷിക്കുന്നവർ പരസ്പരം കടിച്ചു കീറി മാംസം ഭക്ഷിക്കട്ടെ. മരിക്കാതെ ശേഷിക്കുന്നവർ പരസ്പരം കടിച്ചു കീറി മാംസം ഭക്ഷിക്കട്ടെ എന്ന് വെച്ചാൽ ശത്രുത പുലർത്താൻ. രൂപകാർത്ഥത്തിൽ, പ്രതീകാത്മാർത്ഥത്തിൽ മാംസം ഭക്ഷിക്കുക എന്നത് പിശാചിനുള്ള പര്യായ പദമാണ്. അതിനാൽ രക്തം കുടിക്കുക, മാംസം ഭക്ഷിക്കുക എന്നീ പ്രസ്താവങ്ങൾ രൂപകാർത്ഥത്തിലോ ആലങ്കാരികാർത്ഥത്തിലോ പ്രതീകാത്മകമായ അർത്ഥത്തിലോ അല്ല യേശു ഉപയോഗിക്കുന്നത്, മറിച്ച് യഥാർത്ഥ അർത്ഥത്തിലാണ്. കുർബാനിൽ അപ്പവും വീഞ്ഞും യേശുവിന്റെ മാംസരക്തങ്ങളായി രൂപാന്തരപ്പെടുകയും അത് മനുഷ്യൻ ഭക്ഷിക്കുകയും തിന്നുകയും പാനം ചെയ്യുകയും കുടിക്കുകയും വേണം എന്ന യഥാർത്ഥവും ശാരീരികമായ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, റിയൽ ആൻഡ് ഫിസിക്കൽ അർത്ഥത്തിൽ. പക്ഷേ അത് അവൻ്റെ പച്ചമാംസവും ഭൗതിക രക്തവുമല്ല. അതുകൊണ്ടാണ് മാംസമായി തീരുന്ന കർത്താവ് എന്ന സംഗതിയിലും കർത്താവിൻ്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുക എന്നതിലും ഇത്രയേറെ ഊന്നൽ കൊടുക്കുന്ന സന്ദർഭത്തിൽ യേശു പറയുന്നത് ആത്മാവാണ് ജീവൻ നൽകുന്നത്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. യോഹന്നാൻ 6:63 ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ തന്നെ അത് പറയുന്നത്. അതായത് ഇത് മാംസമായി തീരുന്നതിന് ഒരിക്കലും വിലയടിക്കുന്നില്ല. എങ്കിലും കൂദാശിലെ പെസഹായുടെ പരിപ്രേക്ഷ്യത്തെ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്നാണ് ഈ പെസഹായുടെ പരിപ്രേക്ഷ്യം എന്ന് പറഞ്ഞാൽ, അവൻ ഈ അന്ത്യത്താഴം കഴിക്കുന്ന ആ സമയത്ത് അന്ന് രാത്രി അറസ്റ്റ് ചെയ്യപ്പെടും, പിറ്റേ ദിവസം കൊല്ലപ്പെടും, അടക്കം ചെയ്യപ്പെടും, 3-ാം ദിവസം ഉത്ഥാനം ചെയ്യും. ഉത്ഥാനം ചെയ്യുന്നതിലൂടെ പുതിയ ജനുസിലുള്ള ഒരു ജീവനിലേക്ക് അവൻ പ്രവേശിക്കും. പുതിയ ജനുസിലുള്ളത് എന്ന് വെച്ചാൽ ബയോളജിക്കൽ ലൈഫ് അല്ല, സോയെ എന്ന് പറഞ്ഞ നിത്യജീവൻ എന്ന് വെച്ചാൽ മരണത്തിൻ്റെയും അഴുകലിൻ്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത പുതിയ ജീവൻ. ആ ജീവനിലേക്ക് അവൻ പ്രവേശിക്കും. അങ്ങനെ പ്രവേശിക്കുന്ന ആ ജീവനാണ് അവൻ അന്ത്യത്താഴത്തിൽ മുൻകൂറായി കൊണ്ടുവന്ന് ശിഷ്യന്മാർക്ക് നൽകുന്നത്. ഞാനൊന്ന് ആവർത്തിക്കുക. അന്ന് രാത്രി അവൻ അറസ്റ്റ് ചെയ്യപ്പെടും, പിറ്റേ ദിവസം 9 മണിക്ക് കുരിശിലേറ്റും, 3 മണിക്ക് കൊല്ലപ്പെടും, അന്ന് അടക്കം ചെയ്യപ്പെടും 6 മണിക്ക് മുമ്പ്, 3-ാം ദിവസം ഉത്ഥാനം ചെയ്യും. ഉത്ഥാനം ചെയ്യുമ്പോൾ മരണത്തിൻ്റെയും അഴുകലിൻ്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത പുതിയ ജീവനിലേക്ക് അവൻ പ്രവേശിക്കും ഉത്ഥാനത്തിലൂടെ. ഇതിനാണ് പെസഹായുടെ പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത്. ആ പെസഹ എന്ന് പറയുന്നത് കടന്നുപോക്കാണ്. അതിനെ ട്രാൻസിറ്റ് എന്നാണ് വിശുദ്ധ ജെറോം പറയുന്നത്. അങ്ങേ ലോകത്തേക്കുള്ള കടന്നുപോക്ക് കുരിശ് എന്ന സഞ്ചാരപാതയിലൂടെ. അങ്ങനെ കടന്നു പോകുമ്പോൾ അവനൊരു പുതിയ ജീവനാണ്, പുതിയ ശരീരമാണ്. ഈ വാതിലുകളും ജനലൊക്കെ അടച്ചിരിക്കെ അവന് പ്രത്യക്ഷപ്പെടാം. എന്നാൽ അത് വെറും ആത്മാവല്ല, പ്രേതമല്ല. നിങ്ങൾ എൻ്റെ ശരീരം തൊട്ടു നോക്കൂ, പ്രേതത്തിന് ശരീരമില്ലല്ലോ എന്നൊക്കെയാണ് ഉത്തരനായ കർത്താവ് പറയുന്നത്. പ്രേതത്തിന് ശരീരമില്ല, എനിക്ക് ശരീരമുണ്ട്. അവന് മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരു വറുത്ത മീൻ കഷ്ണം കഴിക്കുന്നു. അപ്പോൾ യേശുവിന് ഉത്ഥാനം ചെയ്ത യേശുവിന് ശരീരമുണ്ട്. ശരീരത്തിന് ഉയർപ്പിലാണ് നമ്മളും വിശ്വസിക്കുന്നത്. ആ ശരീരം എന്ന് പറയുന്നത് ഉത്ഥിതനായ യേശുവിന് ശരീരം പോലത്തെ ശരീരമാണ്. അങ്ങനെ കടന്നു പോകുന്ന യേശു, പുതിയ ജീവനിൽ കടന്നു പോകുന്ന യേശു, ആ പുതിയ ജീവൻ, പുതിയ തരത്തിലുള്ള ജീവൻ, ആ ജീവൻ അന്ത്യത്താഴത്തിലേക്ക് മുൻകൂറായി കൊണ്ടുവരികയാണ്. അങ്ങനെ അവന് ചെയ്യാൻ കഴിയുന്നത് അവൻ ദൈവമായതുകൊണ്ടാണ്, ദൈവം മനുഷ്യനായ ആളായതുകൊണ്ടാണ്. നസ്രത്തിൽ യേശു എന്ന പുസ്തകത്തിൽ, ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകമാണ്, 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാല്യത്തിൽ 447-ാമത്തെ പേജിൽ നമുക്ക് വായിച്ചു നോക്കാം. ഞാനൊന്ന് ആവർത്തിക്കുക. കുരിശ്, മരണം, ഉത്ഥാനം എന്നിവയിലൂടെ യേശു പുതിയ ജനുസുള്ള ജീവനിലേക്ക് പ്രവേശിക്കുന്നു. ആ ജീവനാണ് മാംസരക്തങ്ങളായി കുർബാനയിൽ യേശു നൽകുന്നത്. അതിനാൽ മാംസരക്തങ്ങൾ എന്ന പ്രയോഗത്തിന് യേശുവിൻ്റെ സ്വത്വം, അവൻ്റെ ഉണ്മ, അവൻ്റെ ജീവൻ തന്നെ, അവൻ തന്നെ എന്നാണ് അർത്ഥം. ഇത് എൻ്റെ ശരീരം ആകുന്നെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെ ആകുന്നു. ഇത് എൻ്റെ രക്തം ആകുന്നെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ പ്രാണൻ, എൻ്റെ ജീവൻ തന്നെയാണ്. ഇതെൻ്റെ ജീവന്റെ പ്രതീകമാണ്, ഇത് എൻ്റെ ഉണ്മയുടെ പ്രതീകമാണ് എന്നൊന്നല്ല കർത്താവ് പറഞ്ഞത്. ഇത് എൻ്റെ മാംസം ആണ്, ഇത് എൻ്റെ രക്തം ആണ്. അതായത് മരണത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പുതിയ ജനസിലേക്ക് കടന്നു പോയവന്റെ സ്വത്വവും പ്രാണനുമാണ് കുർബാനയിലൂടെ നൽകപ്പെടുന്നത്. അതെ, അതിനാൽ സീറോ മലബാർ സഭയ്ക്ക് ലിറ്റർജി പരമപ്രധാനമാണ്. എല്ലാ സഭകൾക്കും ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണത്. ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ച അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല, ഉത്ഥിതന്റെ കൂടിക്കാഴ്ചയാണ്. അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണെങ്കിൽ നമ്മൾ കിടന്നാണ് ചെയ്യുക. ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഉത്ഥിതനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ സ്ത്രീകൾ അവന്റെ കാലിങ്ങനെ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 9 മുതൽ 17 വാക്യങ്ങൾ.
മറിയം മഗ്ദലേന അവനെ കെട്ടിപ്പിടിച്ചു. നീ എന്നെ തടഞ്ഞു വെക്കാതിരിക്കൂ, ഞാൻ പിതാവിന്റെ പക്കലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21 മുതൽ 29 വാക്യങ്ങളിൽ അല്ലേ, സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, അവർക്ക് കുമ്പസാരം എന്ന കൂദാശ അവർ ഏൽപ്പിച്ചു. തോമസ് ഇല്ലായിരുന്നു, തോമസിന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് തോമസിനോട് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ, എന്നെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ നീ കൈവയ്ക്കുക. അവന്റെ പാർശ്വത്തിൽ കൈവച്ച് അവിടെ ഒട്ടിച്ചു ചേർക്കപ്പെട്ടു തോമസ് ലീഗ. അങ്ങനെ ചെയ്യപ്പെട്ട ഒരേ ഒരാളേ ഉള്ളൂ തോമസ് ലീഗ. ആ തോമസ് ലീഗ ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിലേക്ക് വന്നതിന് തെളിവുകൾ, ഭൗതിക തെളിവുകൾ തോമാട് സിംഹാസനം എന്ന പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ, ഇതൊക്കെ ഒന്ന് വായിക്കണം. ഈ സമരത്തിന് ഇരിക്കുന്നവരും സമരത്തെ എതിർക്കുന്നവരും ആ പുസ്തകം വായിക്കണം. മാണിപ്പറമ്പത്തിന് എഴുതിയത് കൊണ്ട് അത് വായിക്കാതിരിക്കരുത്. സത്യമുണ്ടെങ്കിൽ അത് കേൾക്കണമല്ലോ. ഈ സ്ത്രീകള് ഉത്ഥിതനെ കണ്ട് അവനെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചതുപോലെ, മറിയം മഗ്ദലേന ഉത്ഥിതനെ കെട്ടിപ്പിടിച്ച് ആരാധിച്ചതുപോലെ, തോമസ് ലീഗ ഉത്ഥിതന്റെ ശരീരത്തിൽ കൈവച്ചതുപോലെ ഉത്ഥിതനുമായി കൂടിക്കാഴ്ച നടത്താനാണ് നമ്മൾ ദേവാലയത്തിൽ ചെല്ലുന്നത്. അത് നടത്തുന്നതെല്ലാം രാവിലെയാണ്, ഞായറാഴ്ച രാവിലെ. ഉത്ഥാനം ചെയ്ത ഞായറാഴ്ച രാവിലെ, ഉത്ഥാനം ചെയ്തിട്ട് 8-ാം ദിവസം രാവിലെ. അതുകൊണ്ടാണ് ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ച ഇല്ലാതെ ഒരു ദിവസം ആരംഭിക്കാൻ സീറോ മലബാർ സഭയിലെ ആളുകൾ ആഗ്രഹിക്കാത്തത്. ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയോടുകൂടി വേണം ഓരോ ദിവസവും ആരംഭിക്കാൻ. അത് സീറോ മലബാർ സഭയുടെ താല്പര്യമാണ്. പണ്ട് ഞായറാഴ്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് അന്നത്തെ സാഹചര്യം. ഇപ്പം നല്ല സാഹചര്യം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഉത്ഥിതനെ കാണാൻ പറ്റും. അതിനാൽ ഈ ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ച വേണമെങ്കിൽ കലർപ്പില്ലാത്ത ലിറ്റർജി കിട്ടണം. എന്നാൽ ഈ കലർപ്പില്ലാത്ത ലിറ്റർജി എന്ന് പറഞ്ഞാൽ ഓരോ അച്ഛന്മാരും തോന്നിയ പോലെ കൂട്ടിച്ചേർക്കുന്നത് അത് സഭയുടെ ലിറ്റർജി അല്ല. അവിടെ ഉത്ഥിതനായ കർത്താവിനെ കാണാൻ പ്രയാസമാണ്. കാരണം എന്താ? ആ അച്ഛനാണ് ഉത്ഥിതനായ കർത്താവിനെ മറച്ച് നിൽക്കുന്നത്. ഒരച്ഛൻ്റെ താല്പര്യങ്ങളാണെങ്കിൽ, അച്ഛൻ്റെ നാടകമാണെങ്കിൽ ഉത്ഥിതൻ വരില്ല, ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ച നടക്കില്ല. അപ്പോൾ കലർപ്പില്ലാത്ത ലിറ്റർജി എന്ന് പറഞ്ഞാൽ സഭ നിശ്ചയിച്ച ലിറ്റർജി. ലത്തീൻ സഭയിൽ ജനാഭിമുഖ കുർബാന ആ സഭ അംഗീകരിച്ചിട്ടുള്ളതാ. എപ്പോഴാണ് അംഗീകരിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയാണ് ഇപ്പോൾ ചൊല്ലുന്നത്. സീറോ മലബാർ സഭയിൽ ഈ സഭയുടെ ഈ സ്വർഗ്ഗരാജ്യത്തിന് താക്കോല് കൊടുത്തിരിക്കുന്നത് മാർപ്പാപ്പയുടെ കയ്യിലാണ്. സ്വർഗ്ഗരാജ്യത്തിന് താക്കോല് കർത്താവിൻ്റെ കയ്യിലല്ല, മാർപ്പാപ്പയുടെ കയ്യിലാണ്. സ്വർഗ്ഗരാജ്യത്തിന് താക്കോല് ഞാൻ നിനക്ക് തരുമെന്ന് പത്രോസിനോടാണ് പറഞ്ഞത്, പത്രോസിനും പിൻഗാമികൾക്കും. അപ്പോൾ സ്വർഗ്ഗരാജ്യത്തിന് താക്കോലുകൾ മാർപ്പാപ്പയുടെ കയ്യിലായതുകൊണ്ട് മാർപ്പാപ്പ അംഗീകരിക്കുന്ന കുർബാനയാണ് സഭയുടെ കുർബാന. സീറോ മലബാർ സഭയിൽ മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന, മാർപ്പാപ്പ ചൊല്ലുന്ന കുർബാനയല്ല. സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന അത് ദൈവോന്മുഖ കുർബാന, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഏകീകൃത കുർബാനയാണ്. ആ കുർബാനയാണ് കലർപ്പില്ലാത്ത ലിറ്റർജി. അത് കിട്ടിയാലേ ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ച നടക്കൂ. ജനാഭിമുഖം ചൊല്ലിക്കഴിഞ്ഞാൽ ഉത്ഥിതനുമായി കൂടിക്കാഴ്ച ഉണ്ടാവില്ല. അവിടെ നിൽക്കുന്ന അച്ഛൻ്റെ മോന്തായം കാണാം, അദ്ദേഹത്തിൻ്റെ കണ്ണുരുട്ടൽ കാണാം, അദ്ദേഹം സർവാധനം പാടുമ്പം ജനങ്ങൾ നോക്കി നിൽക്കുന്ന നമിക്കൽ കാണാം, വിഗ്രഹാരാധന. ഇതുകൊണ്ടാണ് ഈ കലർപ്പില്ലാത്ത ലിറ്റർജി തന്നെ വേണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. സീറോ മലബാർ സഭയ്ക്ക് വായുവും വെള്ളവും പോലെയാണ് ലിറ്റർജി. സീറോ മലബാർ സഭയ്ക്ക് വായുവും വെള്ളവും പോലെയാണ്. മലിന വായുവും മലിന ജനവും കുടിക്കാൻ അവർ തയ്യാറല്ല. ജനാഭിമുഖം എന്ന ഇല്ലിസെറ്റ് കുർബാന, ഇൻവാലിഡ് കുർബാന മലിന വായുവും മലിന ജലവും പോലെയാണ്. അതുകൊണ്ടാണ് ഒരു ജീവൻ മരണ പോരാട്ടം സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ നടത്തുന്നത്. തീർച്ചയായും ഇത് ചെറിയൊരു പോരാട്ടമല്ല. കാരണം ലിറ്റർജിയുടെ അധ്യക്ഷന്മാരായിരിക്കുന്നവരാണ് ലിറ്റർജിയെക്കുറിച്ച് ഏറ്റവും അജ്ഞതയുള്ളവർ. ലിറ്റർജിയെക്കുറിച്ച് ഏറ്റവും മോശം അല്ലേ അവതരിപ്പിക്കുന്നത് ലിറ്റർജിയുടെ അധ്യക്ഷന്മാരായിരിക്കുന്നവരാണ്. അതിനാൽ ലിറ്റർജിയുടെ അധ്യക്ഷന്മാരെന്ന് കരുതപ്പെടുന്നവർക്കെതിരെയാണ് പോരാട്ടം. പക്ഷേ സത്യവിശ്വാസം എന്നത് എന്നും ഒരു പോരാട്ടമാണ്. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കുന്നതാണ് എന്ന് വെച്ചാൽ ഒരു മത്സര ഓട്ടമാണ് വിശ്വാസം. പൗലോസ് അത് ജീവിതത്തിൻ്റെ അവസാനത്തിൽ പറയുമ്പോൾ മരണത്തെക്കുറിച്ച് മാത്രമല്ല, പൗലോസിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മത്സര ഓട്ടമാണ്. അന്നത്തെ രീതി വെച്ച് പറയുകയാണെങ്കിൽ മത്സരത്തിന് 1-ാം സ്ഥാനം കഴിഞ്ഞ് 2-ാം സ്ഥാനം 3-ാം സ്ഥാനം ഒന്നും ഇല്ല, ഒരൊറ്റ പ്രൈസേ ഉള്ളൂ, അത് 1-ാം സ്ഥാനമാണ്. ഓടി എത്തിയില്ലെങ്കിൽ 2-ാം സ്ഥാനം കിട്ടും, 3-ാം സ്ഥാനം കിട്ടും, അല്ലെങ്കിൽ പ്രോത്സാഹന സമ്മാനം കിട്ടും. അങ്ങനെയൊന്നും അന്നില്ല, ഒറ്റ സമ്മാനമേ ഉള്ളൂ. അപ്പോൾ വിശ്വാസം എന്നൊരു മത്സര ഓട്ടമാണ്. അതിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്യാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരാണ് സീറോ മലബാർ സഭയുടെ പോരാളികൾ. സത്യവിശ്വാസത്തിന് വേണ്ടി, കലർപ്പില്ലാത്ത ലിറ്റർജിക്ക് വേണ്ടി പോരാടുന്നവര് ഇങ്ങനെ മത്സരത്തിൽ ഓട്ട മത്സരം, അത് വിശ്വാസത്തിന്റെ ഓട്ട മത്സരമാണ്, പോരാട്ടമാണ്. അതിൽ 1-ാം സ്ഥാനത്ത് എത്താൻ വേണ്ടി തയ്യാറായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുന്നവരാ. അതിനെ തടയിടാൻ ചങ്കൂറ്റും കഴിവും ശക്തിയുള്ളവര് ഒന്ന് ഇറങ്ങി വായോ, ഞങ്ങളൊന്ന് കാണട്ടെ. ഈ 62 മുതൽ
62 മുതൽ വളരെ, അതായത് കർദിനാൾ പാറയെക്കാട്ടിൽ തൊട്ട് വലിയ ശക്തിയുള്ള മെത്രാന്മാരൊക്കെ ഈ ലിറ്റർജിക്ക് എതിരെ നിന്നിട്ടും ഇത്രയും വിജയിച്ചല്ലോ. അപ്പൊ ഇനി അങ്ങോട്ടും വിജയിക്കും. അത് കർത്താവ് ഈശോ മിശിഹ പരിശുദ്ധ റൂഹായെ അയച്ച് സത്യവിശ്വാസികളെ ശക്തരാക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്നും പിന്തിരിയാൻ തയ്യാറല്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.